രമേഷ് പിഷാരടി എന്ന സ്റ്റേജ് ആർട്ടിസ്റ്റിനെ നമുക്കറിയാം. പക്ഷേ രമേഷ് പിഷാരടി ഒരു ജനപ്രതിനിധിയായി നിയമസഭയിൽ എത്തുമ്പോൾ അത് നമുക്ക് പ്രതീക്ഷ വാനോളമാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്ന ആ ഒരു പെർഫോമൻസ് അത് നമ്മുടെ ആ ഒരു പ്രതീക്ഷകളെ ഇദ്ദേഹം തന്നെ ഈ ഒരു സ്ഥാനത്ത് വരണം എന്നുള്ള ആ ഒരു പ്രതീക്ഷകൾ തെറ്റിക്കാതെ തന്നെ അദ്ദേഹം കാത്തു എന്ന് വേണം പറയാൻ. പാലക്കാടുള്ള പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ഏക മെഡിക്കൽ കോളേജ് ആകെ എന്താ പറയുക, ഒരു വികസനവും എത്താതെ, അല്ലെങ്കിൽ ഒരു പ്രേതാലയം പോലെ, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജായി പ്രവർത്തിക്കേണ്ട ഒരു മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഭരണത്തിൻ്റെ എന്താ പറയുക, കഴിഞ്ഞ 10 വർഷത്തെ ഭരണ മികവ് കൊണ്ട് അതിപ്പോഴും അനാഥമായി അവശേഷിക്കുകയാണ്. ആ ഒരു മെഡിക്കൽ കോളേജിനെയാണ് ഇന്നലെ രമേഷ് പിഷാരടി അഡ്രസ്സ് ചെയ്തത്. അതെ, ഇപ്പോൾ രമേഷ് പിഷാരടി ചൂണ്ടിക്കാണിച്ച മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജാണ്. പട്ടികജാതി പട്ടികവർഗ വികസന ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ഒരേ ഒരു മെഡിക്കൽ കോളേജാണ് ഈ പറഞ്ഞ പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത് അതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് സത്യമാണ്. ഇപ്പോൾ 2014 ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലമാണ്. അന്ന് അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് 2 വർഷത്തിനുള്ളിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അതിനുശേഷം പാലക്കാട് മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടൊക്കെയുണ്ട്. പക്ഷേ ഈ ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഈ പറഞ്ഞ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളില്ല, അതുപോലെ എന്തൊക്കെയോ സജ്ജീകരണങ്ങളുടെ കുറവുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം എടുത്തിട്ടും എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത് എന്നുള്ള ചോദ്യം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഈ രമേഷ് പിഷാരടി എതിർത്തുകൊണ്ട് പി സുമോദ് MLA സംസാരിക്കുന്നുണ്ട്. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 100-ൽ താഴെ കോടി മാത്രം ചെലവാക്കിയാണ് ആശുപത്രി നിർമ്മിച്ചതെന്നും അതിനുശേഷം 755 കോടി രൂപയുടെ വികസനം അവിടെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, കോടിക്കൊന്നൊരു വിലയില്ലേ? 755 കോടിയുടെ വികസനം ഒരു സ്ഥലത്ത്, അതായത് ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലോ നടക്കുകയാണെങ്കിൽ അതിലൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. അതിൽ നമുക്ക് കണ്ടാൽ വാവ് എന്ന് തോന്നുന്ന ഒരു ചേഞ്ച് അവിടെ ഉണ്ടാകും. അതാണ് ഈ പറഞ്ഞ 755 കോടി എന്ന് പറഞ്ഞാൽ 1-2 രൂപ എടുത്ത് വെക്കുന്ന പോലെ അല്ല. അപ്പോൾ രമേഷ് പിഷാരടി ഉന്നയിക്കുന്ന പോലെ ഈ പറഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ ഇല്ല. ഇപ്പോഴും സാധാരണക്കാരായ മനുഷ്യർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ ഈ സജ്ജീകരണം ഇല്ലെങ്കിൽ അവരെവിടെയാണ് പോവുക? ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോസ്മെറ്റിക്സ് പോലെ അല്ല, ഈ പറഞ്ഞ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ബേസിക് നീഡിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതുപോലും മീറ്റ് ചെയ്യാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ആശ്രയിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിച്ച് നിർത്തുകയാണ്. എത്രയോ പണമാണ് പോകുന്നത്. ഇപ്പോൾ പാലക്കാട് പോലുള്ള മേഖലകൾ എന്ന് പറയുന്നത് അർബനൈസേഷൻ വന്ന ജില്ലയൊന്നുമല്ല, റൂറൽ മേഖല തന്നെയാണ്, സാധാരണക്കാർ ജീവിക്കുന്ന മേഖലയാണ്, മെട്രോ സിറ്റി ഒന്നുമല്ല. അപ്പോൾ സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കാവുന്ന കുറച്ച് പണം കൊണ്ട് ഈ പറഞ്ഞ ആരോഗ്യ സംവിധാനത്തെ ആശ്രയിക്കുന്ന ഇവരെ ചേർത്ത് പിടിക്കേണ്ടത് സർക്കാരല്ലേ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഈ 2014 കാലഘട്ടം, 2016 മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച പല പദ്ധതികളും ഈ 10 വർഷത്തിനുള്ളിൽ ഒന്നിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പിതൃത്വം ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്, അതുമല്ലെങ്കിൽ ഇത് നിർത്തലാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു കാര്യവും എടുത്തു നോക്കട്ടെ. ഇപ്പോൾ ചവറയിൽ നടത്തിയിട്ടുള്ള വികസനം, ഷിബു ബേബി ജോൺ MLA-യും തൊഴിൽ വകുപ്പ് മന്ത്രിയും ആയിരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള പല വികസനങ്ങളും 10 വർഷത്തിനിടയ്ക്ക് നിർത്തിവെച്ച സാഹചര്യമുണ്ട്. അത് ഈ പറഞ്ഞ ചവറയിൽ മാത്രമല്ല. ഇപ്പോൾ ചവറയിലെ ഈ പറഞ്ഞ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരു 20 വർഷങ്ങൾക്ക് ശേഷം നോക്കുകയാണെങ്കിൽ അത്യുഗ്രൻ പ്രോജക്റ്റുകളാകാവുന്ന ദീർഘവീക്ഷണത്തോടെ തുടങ്ങിയ പ്രോജക്റ്റുകളാണ്. അപ്പോൾ ഇതിനെല്ലാം ഹൈജാക്ക് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ നിർത്തലാക്കി, ഇതെല്ലാം പൂട്ടിക്കെട്ടി അവിടെ സ്മാരകങ്ങളാക്കി ഇതിനെ നിർത്തിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തത്. അത് ജനങ്ങളെ വഞ്ചിക്കുക മാത്രമല്ല, ഒരു പ്രതികാര ബുദ്ധിയോടെയുള്ള, അല്ലെങ്കിൽ അതിലിടയ്ക്ക് ഒരു രാഷ്ട്രീയം കൊണ്ടുപോയി കളർത്തിയതിന്റെ പേരിലാണ് ഈ ഒരു UDF അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ അത്രയും കൂമ്പടഞ്ഞ് മുരടിച്ചു പോയത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ വികസനം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം അത് കൃത്യമായ രീതിയിൽ നടത്തി അതിനെ എല്ലാവിധ സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫുള്ളി ഫ്ലെജ്ഡ് വർക്കിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ
ഉറപ്പായിട്ടും ഇടത് സർക്കാരിന്റെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാമായിരുന്നു. അന്ന് ഇവർക്ക് പറയാമായിരുന്നു 785 കോടിയുടെ വികസനം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ വലിയ ഈ സ്വത്ത് ഇവിടെ ഇങ്ങനെ പൊങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ആ ചാൻസ് എടുക്കുന്നില്ല. ഇപ്പോൾ ഇടത് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ തുടങ്ങി വെച്ച ഈ പറഞ്ഞ ഇനീഷ്യൽ കോസ്റ്റ് കട്ട് ചെയ്യാവുന്ന കുറെ പദ്ധതികൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് നിർത്തലാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോളൂ, പക്ഷെ അത് ചെയ്യാമായിരുന്നു. അത് ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ്. ഇപ്പോൾ രമേശ് പിഷാരടി ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത്, ഇത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ അവരുടെ 70% ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് മാത്രമാണ് അവർക്ക് കീഴിലുള്ള ഒരേ ഒരു ആശുപത്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഇല്ലേ? ആ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഇല്ലേ? ഇപ്പോൾ ഈ പറഞ്ഞ പിന്നോക്ക വിഭാഗത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കെടുകാര്യസ്ഥത ഇതിലുണ്ടായത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കാര്യം വാലിഡ് ആണ്. അപ്പോൾ ഈ 10 വർഷങ്ങൾ എന്ത് നടന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതോടൊപ്പം ഇനി ഇപ്പോൾ 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2 വർഷത്തിനുള്ളിൽ നടക്കുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ 2026 UDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി അടുത്ത 2 വർഷത്തിനുള്ളിലോ 3 വർഷത്തിനുള്ളിലോ ഇത് പൂർത്തിയാക്കാനുള്ള നടപടിയും കൂടി ഉണ്ടാകണം. അതുകൂടിയാണ് ഇപ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ വന്ന് നിങ്ങളത് ചെയ്തില്ല, നിങ്ങൾ ഇത് ചെയ്തില്ല, ഞങ്ങളത് തുടങ്ങിയിട്ട് നിങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നതിനേക്കാൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ, നാളെ മുതൽ ഇതിനൊരു മാറ്റം ഉണ്ടാകണം എന്നുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു പരിഹാരം വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തി 500 സംതിങ് കോടിയോളം രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കും. ഇത് മാത്രമല്ല, ഈ ഒരു എവിടെ നിന്ന് പോയോ അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യും എന്നാണ് വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഈ ഒരു സബ്മിഷൻ ഉത്തരം നൽകിയിട്ടുള്ളത്. അതെ, ഇനി ഇതിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഇടം എന്ന് പറയുന്നത് നമുക്കറിയാം. കാൽച്ചുവട്ടിലെ മണ്ണെല്ലാം ഒലിച്ച് നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴുന്ന ഒരു ആരോഗ്യ വകുപ്പിനെ കെ മുരളീധരൻ മുന്നോട്ട് വന്ന് ഞാൻ ആ വകുപ്പ് ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു, ആ വകുപ്പിനെ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇനിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ സമയം എടുക്കും, ഈ പറഞ്ഞ കാലതാമസം എടുക്കും തീർച്ചയായിട്ടും. കാരണം തിരിച്ചു പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്കാണ് പോയത്. ഇപ്പോൾ ജയ്ക്കിനോട് ഒരു മാധ്യമപ്രവർത്തക ചോദിക്കുകയാണ്, ഡിസ്ക്രൈബ് വീണ ജോർജ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ദ ബെസ്റ്റ് ഹെൽത്ത് മിനിസ്റ്റർ എന്നാണ്. അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് മലയാളത്തിലാണ് പറഞ്ഞത്. ഇപ്പൊ മികച്ച ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും, എനിക്കും ആഷിക്കിനും അതുപോലെ ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും സ്വാഭാവികമായിട്ടും സംശയം തോന്നും അത് കേൾക്കുമ്പോൾ. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇടത് പ്രവർത്തകർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തെ മെഡിക്കൽ രംഗത്തെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കെടുകാര്യസ്ഥത നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഫലങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. ഇപ്പോൾ അന്ന് ആ കാലയളവിൽ നടന്ന സർജറിയിൽ സംഭവിച്ച പിഴവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്നത് പോലെ ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ആരോഗ്യവകുപ്പ് എന്തുകൊണ്ട് ഇങ്ങനെ ഇതിലായി എന്ന് ചോദിക്കാൻ പോലും വോയിസ് ഇല്ലാത്തത്ര സാഹചര്യത്തിലേക്കാണ് ആരോഗ്യവകുപ്പിനെ തള്ളിവിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കരകയറാൻ കുറച്ച് സമയമെടുക്കും. അതിന്റെ ഭാഗം, അപ്പോൾ അതിന്റെ ഒരു പാർട്ട് എന്നോണം ഈ പാലക്കാട് മെഡിക്കൽ കോളേജും ഒരു 2-3 വർഷങ്ങൾക്കുള്ളിൽ ഫുള്ളി ഫ്ലെഷ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ ഈ ഘട്ടത്തിൽ കഴിയുള്ളൂ.